ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന കായികമേളയിലും ശാസ്ത്രമേളയിലും മെഡലുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരം നൽകി. ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളും നാട്ടിക ഫർക്ക റൂറൽ ബാങ്കും ചേർന്നാണ് അനുമോദനമൊരുക്കിയത്. കായിക താരം ആൻസി സോജൻ ഉദ്ഘാടനം ചെയ്തു. കായിക താരങ്ങളെ വിവിധ തരം മേഖലകളിൽ സമ്മാനകരായ കുട്ടികളെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് ഞാനിതുപോലെ സ്റ്റേറ്റ് നാഷണൽ ലെവലുകളിൽ മെഡൽ മേടിച്ച് വരുമ്പോൾ എൻ്റെ സ്കൂൾ ഇതുപോലെ സ്വീകരണങ്ങൾ നടത്തുമായിരുന്നു. എനിക്ക് അതേ ഒരു ഓർമ്മയാണ് ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ വരാറുള്ളത്. ഇവിടെ ഇന്ന് ഈ സമ്മാനത്തിന് അർഹരായിട്ടുള്ള ഈ കുട്ടികൾ ഇവരെല്ലാവരും എന്താ പറയുക, ഈ സ്കൂളിൻ്റെ തന്നെയല്ല, ഈ ഒരു ജില്ലയുടെ തന്നെ, തൃശ്ശൂർ ജില്ലയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലൊന്നും നിർത്താൻ പാടില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്സ് ആണ്. കാരണം നമ്മൾ സക്സസിലേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. സോ ഇനിയും മുന്നോട്ട് പോകണം. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മെഡലുകൾ നേടാൻ സാധിക്കണം. ഒപ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഡ്രീം, അതുപോലെ തന്നെ ഏത് മേഖലകളാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാന്നുള്ളത്, അത് നിങ്ങൾ സ്വപ്നം കാണുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. കാരണം ഞാനൊരു 10 വർഷം എടുത്തിട്ടാണ് ഒരു ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആയത്. ചെറുപ്പം മുതലേ ഞാൻ ഇത് ചെയ്ത് പതുക്കെ എൻ്റെ പെർഫോമൻസ്, അതും ഞാൻ 0 ലെവലിൽ നിന്ന് തുടങ്ങിയ ഒരു വ്യക്തിയാണ്, തോറ്റു തുടങ്ങിയ ആളാണ്. എന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. എൻ്റെ സ്വപ്നത്തിൽ വരെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ജേഴ്സി ആണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ വേണമെന്നുള്ളത്, അത് സാക്ഷാത്കരിക്കാൻ പറ്റി എനിക്ക്. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. എനിക്കിപ്പോൾ 78 വയസ്സായി. അതെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് എൻ്റെ അടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിനകത്തൊരു കാര്യമുള്ളൂ, കഠിനാധ്വാനം. അതിനു മുമ്പ് നമ്മുടെ ഇൻ്റർനാഷണൽ താരം പറഞ്ഞില്ല, കഠിനാധ്വാനം. അത് തുടർച്ചയായിട്ടുള്ള അധ്വാനം ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കുള്ളൂ. ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ നമുക്കവിടെ എത്താൻ പറ്റില്ല. എത്ര കൊല്ലെടുത്തിട്ടാണ് എത്താന്നുള്ളത് ഓരോന്നിൻ്റെയും പ്രാധാന്യം അനുസരിച്ചിരിക്കും, ഓരോ മത്സരത്തിൻ്റെയും. അപ്പോൾ നിരന്തരം നമ്മൾ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഡോക്ടറാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഏറ്റവും മുൻഗണന നമുക്ക് ശരീരത്തിന് കൊടുക്കണം. അതിനെ ഓവറായിട്ട് തീറ്റി കടുപ്പിക്കാനും പാടില്ല, അണ്ടറായിട്ട് അതിനെ ശിക്ഷിക്കാനും പാടില്ല. സിവിൽ എക്സൈസ് ഓഫീസർ PM ജദിർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ VB സജിത്, LP വിഭാഗം പ്രധാനാധ്യാപക അർച്ചന സുനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, PTA വൈസ് പ്രസിഡന്റ് പ്രീതി നിജീഷ്, കായിക അധ്യാപകരായ TN സിജിൽ, ബിജു മോഹൻ ബാബു, ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 21 മുതൽ ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികളായ VN നിവേദ്യ, CS ദിയ, പാർവതി നിതീഷ് എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.